നമസ്കാരം. പോസിറ്റീവ് നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെയുള്ള ആനുകാലിക സംഭവങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ലോക വിഡ്ഢി ദിനം. നമുക്കറിയാം, ഏപ്രിൽ ഫൂൾ ഏപ്രിൽ 1 2024 മാർച്ചിൽ ദ്വീപരാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് ഗമാനെ എന്നാണ് ഉത്തരം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും എക്സാം ബേസിൽ. പിന്നെ തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം, അതായത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് കള്ളക്കടൽ പ്രതിഭാസം വാർത്തയിലെ കണ്ടതാണ്. ഏറ്റവും വേഗതയിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ എന്ന് ചോദിച്ചാൽ ആടുജീവിതം എന്നാണ് പൃഥ്വിരാജിൻ്റെ. അടുത്ത ചോദ്യം, ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സാം പിത്രോഡ. മൈക്രോസോഫ്റ്റും ഓപ്പൺ AI-യും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർഗേറ്റ്. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ വൃന്ദ വർമ്മ. 2020 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി. ലോക ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2. അടുത്തിടെ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി എന്നാണ് ഉത്തരം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്നത് കൊട്ടാരക്കര നഗരസഭ. ഇന്ത്യയിലെ ആദ്യ AI അടിസ്ഥാനമാക്കിയുള്ള ചിത്രം, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇറ എന്നാണ് ഉത്തരം. 2024 മാർച്ചിൽ അന്തരിച്ച കഥകളി നടൻ കലാമണ്ഡലം കേശവദേവ്. ഭിന്നശേഷിക്കാർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ കേഡറിൻ്റെ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പ്രതിഭ കാരന്ത്. അടുത്തിടെ സർക്കാർ പരിപാടികൾക്ക് ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം പാകിസ്ഥാൻ. 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം PR ശ്രീജേഷ്. മയാമി ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ മാറ്റ് എബ്ദൻ സഖ്യം. ATP പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ 1ാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച്, സെർബിയ. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂഡിത്ത് സുമിൻവ ടുലൂക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ മീരാഭായ് ചാനു. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച US സംസ്ഥാനം അരിസോണ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിത ഷെയ്ഫാലി B ശരൺ. അരുണാചൽ പ്രദേശിന് സാങ് നാൻ എന്ന പേര് നൽകിയ ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? ചൈന. 2024 ഏപ്രിൽ 1 റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത്? 90. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം പദവിയിൽ നിന്ന് അടുത്തിടെ രാജിവെച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ. 2024 ഏപ്രിലിലെ ഏറ്റവും പുതിയ ഫിഡെ റേറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പുതിയ 1ാം നമ്പർ താരം അർജുൻ എറിഗൈസി. 2024 ഏപ്രിലിൽ അന്തരിച്ച കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ പാലിയത്ത് രവിയച്ചൻ. ലോക ക്യാരറ്റ് ദിനം ഏപ്രിൽ 4. 2024 ഏപ്രിലിൽ ശക്തമായ ഭൂചലനമുണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യം തായ്വാൻ. ഫോബ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറായി ചുമതലയേൽക്കുന്നതാര്? ജസ്റ്റിസ് S മണികുമാർ. വിവാദമായ കച്ചത്തീവ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ശ്രീലങ്ക. കേരളത്തിലെ ആഡംബര നികുതി അല്ലെങ്കിൽ ലക്ഷറി ടാക്സിൻ്റെ പുതുക്കിയ പേര് അധിക നികുതി. സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കാൻ ടാറ്റ ടെക്നോളജി ഏത് കമ്പനിയുമായാണ് ധാരണയിലെത്തിയത്? BMW. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ എൻകോർ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിൽ ആഘോഷിച്ചത്? 75. മനോരമ സ്പോർട്സ് സ്റ്റാർ 2023 പുരസ്കാരം ലഭിച്ചത് M ശ്രീശങ്കർ. ദേശീയ മാരിടൈം ദിനം ഏപ്രിൽ 5. അടുത്തിടെ അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മനഃശാസ്ത്രജ്ഞൻ ഡാനിയൽ കാനമൻ. 2024 ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം
വിഴിഞ്ഞം തുറമുഖം. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ശെന്തരുണി മേഖല. 2024 ഏപ്രിൽ 4-ന് 75 വയസ്സ് തികഞ്ഞ സൈനിക സഖ്യം നാറ്റോ. ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസ്യൂൾട്ട്. 2024 ഏപ്രിലിൽ അന്തരിച്ച ഫ്രഞ്ച് നോവലിസ്റ്റും നിരൂപകയും നാടകൃത്തുമായിരുന്ന വ്യക്തി മരീസ് കോണ്ട്. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി നെക്സ്കാർ 19. ഫിഫയുടെ പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 121. 2024 തോമസ് കപ്പ് വേദി ചൈന. തോമസ് കപ്പ് എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ ഗെയിമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമാണ് അല്ലെങ്കിൽ കപ്പാണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. തിരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടൽ ഓർഡർ. 2024 കോപ്പ ഡെൽ റേ ജേതാക്കൾ അത്ലറ്റിക്കോ ബിൽബാവോ. 2023-24 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിങ്ങിലുമുള്ള പദ്ധതി ഹാറ്റ്സ്. അമേരിക്കയിലെ അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി രാജേഷ് ജോൺ. 2024 ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഓറൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ജോൺ ആൽഫ്രഡ. ഇന്ത്യൻ വ്യോമസേനാഭ്യാസം ഗഗൻശക്തി. 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാദ്വീപ്. ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ടത്തിൽ ജേതാവായത് മാക്സ് വെസ്തപ്പൻ. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായ ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കീസ് മിർ. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ നിഖിൽ കാമത്ത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് അവിടെ തമിഴ്നാട്ടിലെ രാമേശ്വരം. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. അടുത്തിടെ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം അനുഭവപ്പെട്ട ജില്ല പാലക്കാട്. 2024 ഏപ്രിലിൽ സാഗർ കവച് 01/24 എന്ന പേരിൽ സൈനികാഭ്യാസം നടന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 2024 ഏപ്രിലിൽ അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഹിൽ ഇന്ത്യ ലിമിറ്റഡ്. IPL-ൽ 100 ക്യാച്ചുകളും 1000 റണ്ണും 100 വിക്കറ്റും എടുക്കുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജ. മോണ്ടി കാർലോ ടെന്നീസ് ടൂർണമെൻറ്റിൽ ലോക 32-ാം നമ്പർ താരം മാറ്റയോ അർണാൾഡിയെ അട്ടിമറിച്ച ഇന്ത്യൻ താരം സുമിത് നാഗൽ. ലോക ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന പ്രായം കൂടിയ കളിക്കാരൻ നൊവാക് ജോക്കോവിച്ച്. ലോക പാർക്കിൻസൺ ദിനം ഏപ്രിൽ 11. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതരുള്ള രാജ്യം ചൈന. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ലോകേഷ് മുനി. 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ എയർലൈൻസ് ഇൻഡിഗോ. അടുത്തിടെ 2000 വർഷം പഴക്കമുള്ള ചേരനാണയം കണ്ടെത്തിയ രാജ്യം ഈജിപ്റ്റ്. സുമിത് നാഗൽ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ടെന്നീസ്. 2024 ഏപ്രിൽ 8-ന് അന്തരിച്ച ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതികശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്ന് ഭൗമസൂചികാ പദവി ലഭിച്ച ഉൽപ്പന്നം കാത്തിയ ഗോതമ്പ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? റഷ്യ. 2024 ഏപ്രിൽ 12-ന് ഏത് കവിയുടെ 151-ാമത് ജന്മവാർഷികമായിട്ടാണ് ആഘോഷിച്ചത്? കുമാരനാശാൻ. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയായി മാറുന്നത് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന പരിസ്ഥിതി സംരക്ഷകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ വ്യക്തി സോനം വാങ്ച.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശ് ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ദേവഹരിതം. ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള GST വകുപ്പിൻ്റെ ആപ്പ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ. 2024 ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യം സിയറ ലിയോൺ. ജന്മനായുള്ള ഹൃദ്രോഗം സമയബന്ധിതമായി ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഹൃദ്യം. 2024 ഏപ്രിലിൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിബിൾസ്ക വൈദ്യനിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം യുക്രൈൻ. ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഗോപി ചന്ദ്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ നേതൃസ്ഥാനം ഒഴിഞ്ഞതായി പ്രഖ്യാപിച്ച ബോക്സിംഗ് താരം MC മേരി കോം. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് കടലാസ് രഹിത പരിശോധന സംവിധാനം ഡിജി യാത്ര. അടുത്തിടെ പ്രവർത്തനം നിലച്ച കോസ്മോസ് 221 ഏത് രാജ്യത്തിൻ്റെ ചാര ഉപഗ്രഹമാണ്? റഷ്യ. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ. ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് റിയ ഫൈ ടെക്നോളജീസ്. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിലൊരാളുമായിരുന്ന വ്യക്തി മുരാരി ലാൽ. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ 2022 ടെസ്റ്റിംഗ് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉത്തേജക കുറ്റവാളികളുള്ള രാജ്യം ഇന്ത്യ. വിപണി മൂല്യത്തിൽ ലോകത്തിലെ 3ാമത്തെ വലിയ വിമാന കമ്പനിയായത് ഇൻഡിഗോ. കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഡമ്മി ബ്രെയിലി ബാലറ്റ്. 2024 ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായി നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ക്ലിപ്പർ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 20ാം റാങ്ക് നേടിയ ഇന്ത്യൻ സർവകലാശാല ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. KK നീലകണ്ഠനെക്കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയത് സുരേഷ് ഇളമൺ. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി. പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം പദ്ധതി അവതരിപ്പിച്ചത് സമഗ്ര ശിക്ഷ, കോഴിക്കോട്. ലോക സൈബർ കുറ്റകൃത്യത്തിൻ്റെ സൂചികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോർസ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെ? സിക്കിം. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ഉദി. റബ്ബർ ബോർഡിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എംറൂബ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി, 146. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്? രാജസ്ഥാൻ. 2024 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോകബാങ്ക് പ്രവചിച്ചത്? 7.5%. കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല കൊല്ലം. 33 വർഷത്തെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. 2024 ഏപ്രിലിൽ മനുഷ്യനിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം USA, ടെക്സസ്. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഹോം ഗ്രോൺ ജീൻ തെറാപ്പി രീതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? IIT ബോംബെ. ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത് അഭിലാഷ് റൈസർ. 2024 ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്യൂൾസ് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ്? ദക്ഷിണാഫ്രിക്ക. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ K. ബൈജുനാഥ്. അണ്ടർ 17 400 മീറ്ററിൽ ഉസൈൻ ബോൾട്ടിൻ്റെ 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് വാർത്തകളിൽ ഇടം നേടിയ ജമൈക്കൻ താരം നിക്കോയ് ബ്രൂംവെൽ. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസം ഡോസ്കി 16.
2024 ഏപ്രിലിൽ ഫിഫ റാങ്കിംഗ് പ്രകാരം 1-ാം സ്ഥാനത്തുള്ള ടീം അർജൻറ്റീന. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി. സ്ലോവാക്യയുടെ പുതിയ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം BBC. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് 2024 ഏപ്രിൽ 8. 2 വനിതകൾ ഉൾപ്പെടെ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് കസാഖിസ്ഥാനിലെ പുൽമേട്ടിൽ സുരക്ഷിതമായി ഇറങ്ങിയത് സോയൂസ് MS-24 റഷ്യ. ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോ നിരക്ക് എത്ര ശതമാനമായാണ് തുടരുന്നത്? 6.5%.